أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. തജ്വീദ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നാലൊന്ന് ഓടിച്ചു പോവാണ്. വ കഴിഞ്ഞിട്ടുള്ള ആ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഹമ്പുമ്മ പോകുമ്പോലെ എന്നൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ഉച്ചരിക്കണം. വ അഖീമുസ്സലാത്ത. പിന്നെ അഖീമു കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്, പിന്നൊരു അലിഫുണ്ട്, പിന്നൊരു ലാമുണ്ട്. അത് മൂന്നിനെന്തില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അഖീമുസ്സലാത്ത. പിന്നെ വ ആത്തുസ്സകാത്ത, അവിടെയും അതേപോലെ തന്നെ. പിന്നെ വ അത്തീഉർ റസൂല, അവിടെ അതേപോലെ തന്നെ. 3-4 അക്ഷരങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ലഅല്ലക്കും തുർഹമൂൻ, മൂൻ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. പിന്നെ ലാ തഹ്സബന്ന, ആ നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി പറയണം. ലാ തഹ്സബന്നല്ലദീന, അവിടെ അലിഫിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം വസിലിൻ്റെ അംസയാണ്. പിന്നെ കഫറു, അവിടെയും അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം അത് മുദവ്വറായ സുക്കൂനുള്ള അലിഫാണ്. അപ്പോൾ കഫറു എന്ന് ഓതണ്ടെന്നർത്ഥം. പിന്നെ മുഅ്ജിസീന, അതിന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നുള്ളതിനാണ് അവിടെ റസൂൽ ഹാ ഇട്ടിട്ടുള്ളത്. പിന്നെ ഫിൽ അറു, അവിടെ അതേപോലെ തന്നെ ഫി നീട്ടാനുള്ള യാവിന് ഉച്ചാരണമല്ല, അലിഫിനും ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമുണ്ട്. പിന്നെ വമ ഇവാഹുമുന്നാർ, അവിടെ വയാന്ന് എഴുതിയിട്ടുണ്ടാവും ഖുറാനിൽ. പക്ഷേ എന്തുണ്ടാവില്ല? യാഇൻ്റെ മിഡിൽ അലിഫ് വന്നാൽ എന്തുണ്ടാവില്ല? യാഇൻ്റെ ഉച്ചാരണമല്ല, അകാരമായിട്ട് ഉച്ചരിക്കണം. പിന്നെ മുന്നാർ എന്നുള്ളിടത്ത് അലിഫിന് ഉച്ചാരണമല്ല, വസിലിൻ്റെ അംസയാണ്. നാർ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിർത്തണം? വമ ഇവാഹുമുന്നാർ. ഇനി സ്റ്റോപ്പ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? വമ ഇവാഹുമുന്നാറു. അപ്പം 2 കതിരെ നീട്ടാവൂ. വമ ഇവാഹുമുന്നാറു വലബിഇസൽ മസീർ. ആ 2 ആയത്തുകൂടി ഒന്ന് ഓദിക്കാൻ എല്ലാവരും. ആ 2 ആയത്തിൽ എന്തെങ്കിലും തജ്വീദിൽ ഡൗട്ട് ഉണ്ടോ? എന്തും ചോദിക്കാം, അറിയണ പറയും. എവിടെ? പിന്നെ അവിടെ സ്വല അല്ലല്ലോ നിങ്ങൾ ഖുറാനിൽ? ഇല്ല. അത് എല്ലാത്തിലും ഉണ്ടാവുക സ്വലയാണ്. സ്വല ഇങ്ങനെ ഉണ്ടാവുക. അവിടെ കൂട്ടിച്ചേർത്ത് ഓതലാണ് ഉത്തമം എന്ന് കാണിക്കാനാണ് സ്വല എഴുതേണ്ടത്. അത് തജ്വീദിൻ്റെ ആളുകൾ ഓരോരോ പിന്നെ സാങ്കേതിക പദങ്ങൾ വ്യത്യാസം ഉണ്ടാവും. സാധാരണ പിന്നെ ഇത് അബ്ദുല്ലദീദിൽ വരുന്ന അവിടുന്നൊക്കെ വരുന്ന ഖുറാനിലുണ്ടാവും എന്താ? അൽ വസ്ലു ഔല എന്നുള്ളതാണ്. മറ്റ് ചില രാജ്യത്തുനിന്ന് വരുന്ന ഖുറാനിൽ അതാവൂല എനിക്ക് പേര് കൊടുത്ത്, വേറെ പേരായിരിക്കും കൊടുത്ത്. അതുകൊണ്ടാണ് ആ ത്വാ വരുന്നത്. വേറെന്തെങ്കിലും സാങ്കേതിക പദം അവരുപയോഗിക്കുന്നതിൻ്റെ ഒരു റംസ് എന്നറിയാൻ, അതിൻ്റെ ഷോർട്ടാണത്. ഇപ്പോൾ ഉദാഹരണം വേറെയും കുറേ അക്ഷരമല്ലേ? ഖാഫ് ഉണ്ടാവും, പിന്നെ കല ഉണ്ടാവും, ചിലയിടത്ത് ജീമുണ്ടാവും, ചിലയിടത്ത് ലാ എഴുതിയിട്ടുണ്ടാവും, ചിലയിടത്ത്
മീമ് പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ചിലയിടത്ത് മീമ് ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഓരോരോ പിന്നെ നിയമങ്ങളുടെ റംസുകളാണ്, ഷോർട്ട് ഫോമാണത്. അതാണ് അതിൻ്റെ ഇത്. പിന്നെ വേറെന്താ, വേറെന്തുണ്ടോ? ഇല്ല, എന്നാ പറഞ്ഞോളി. വ അഖീമുസ്സലാത്ത അർത്ഥം എല്ലാവർക്കും അറിയപ്പോൾ അല്ലേ? നിങ്ങൾ നമസ്കാരം എന്താ അക്കീം പറഞ്ഞാൽ മുറ പോലെ നിർവഹിക്കുക, മുറ പോലെ നിർവഹിക്കുക, വേണ്ട വിധം നിർവഹിക്കുക. വആത്തു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകുകയും ചെയ്യുക. വഅതീഉർ റസൂല, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുക, എങ്കിൽ പഠിച്ചവൻ്റെ കാരുണ്യം കിട്ടും. പിന്നെ ലാ തഹ്സബന്നല്ലദീന കഫറു, ലാ തഹ്സബന്ന, നബിയെ താങ്കൾ ഒരിക്കലും വിചാരിക്കണ്ട. എന്ത്? അല്ലദീന കഫറു, കുഫർ കാണിക്കുന്ന ആളുകൾ, അവിശ്വാസികളായ ഈ ആളുകൾ, മുഅ്ജിസീന, അവർ പരാജയപ്പെടുത്തുന്നവരാണ് എന്ന് വിചാരിക്കണ്ട. ആരെ? അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരാണ് എന്ന് ഒരിക്കലും നബിയെ താങ്കൾ വിചാരിക്കണ്ട. ഫിൽ അർദ്, ഈ ഭൂമിയിൽ. വമഅ്വാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകമാണ്, നാറാണ്. വലബിഅ്സൽ മസീർ, ആ സങ്കേതം, അവർക്ക് ചെന്നെത്താനുള്ള ആ സ്ഥലം, ആ വാസസ്ഥലം എത്ര മോശമാണ്. അതിലിപ്പോൾ കിട്ടാത്ത പദമൊന്നുമില്ല ഉണ്ടോ? ഇനി ഒന്നാമത്തെ അക്ഷരം എന്താ? വ. വ എന്താ? ഇപ്പോൾ ഖുർആനിൽ വെറുതെ ഒരു അക്ഷരം കൊണ്ടുവരൂലല്ലോ, എന്തായാലും ഉണ്ടാവോ? അത് ഉണ്ടാവില്ല. അപ്പം ആ വാവ് എന്തിനാണ്? പല രൂപത്തിലുള്ള വാവുണ്ട്, നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ വാവ നിങ്ങൾക്ക് കിട്ടുന്ന വാവ് പറഞ്ഞോളി. വാവ്, പിന്നെ അത്തുഫിൻ്റെ വാവുണ്ട്, പിന്നെ ഹാലിൻ്റെ വാവുണ്ട്, ഇസ്തിനാഫിൻ്റെ വാവുണ്ട്, എന്നുള്ള അർത്ഥത്തിനുള്ള വാവുണ്ട്, പിന്നെ വാവുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ഏത് വാവാണ്? എന്താ? അത്തുഫിൻ്റെ വാവ്. എന്നാ എവിടേക്കാണ് അത്തുഫ്? അത്തുഫ് പറഞ്ഞാൽ കണക്ട് ചെയ്യുക, കൂട്ടിക്കൊളുത്ത. പിന്നെ ട്രെയിനിൻ്റെ രണ്ട് കൊളുത്തില്ലേ, ബോഗികൾ തമ്മിൽ കൊളുത്തണില്ലേ, അതിനാണ് അത്തുഫ് എന്ന് അറിയുന്നത്. ഈ ബോഗിനെ എങ്ങോട്ടാ കൊളുത്തിയത്? യഅ്ബുദൂനനി. അതാണ് നേരത്തെ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കുറേ ഓഫറുകൾ, പ്രോമിസുകളുണ്ട്. ഏതൊക്കെയാണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ലയസ്തഗ്ലിഫന്നഹും ഫിൽ അർദ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ അവരെ അള്ളാഹു തആല ഖലീഫയാക്കും, പ്രതിനിധിയാക്കും, അവരെ നിർവഹിക്കുന്ന ഭരണാധികാരികളാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ഓഫർ ചെയ്തത് വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് ഭയത്തിൻ്റെ അവസ്ഥയ്ക്ക് ശേഷം നിർഭയാവസ്ഥ നൽകും എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിന് അള്ളാഹു നിബന്ധന വെച്ചതെന്താ? യഅ്ബുദൂനനി, ഞങ്ങളെ ആരാധിക്കണം അല്ലേ എന്നെ. നിങ്ങൾ അവിടേക്കാണ് ബന്ധം. ആ ഇബാദത്ത് നിങ്ങൾ ആർക്ക് ചെയ്യണം? അള്ളാഹ്ക്ക് മാത്രം ചെയ്യണം. എന്നിട്ട് ആ യഅ്ബുദൂനനോട് ഘടിപ്പിക്കാൻ അള്ളാഹു വ അഖീമുസ്സലാത്ത, ആ ആരാധനയുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്? നമസ്കാരം എന്ന് പറയുന്നത്. ഇബാദത്തുകൾ കുറേ ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന അള്ളാഹു ഇവിടെ എടുത്തു പറയാണിത് നമസ്കാരത്തിൻ്റെ കാര്യം. അതാണ് അവിടെ ആ ബന്ധം. പിന്നെ അഖീമു എന്ന് പറഞ്ഞതിൽ എന്തൊക്കെയുണ്ട്? എന്താ ഉള്ളത്? ഒന്ന്, മുവാലബത്തിൻ്റെ അർത്ഥം ഉണ്ട് എന്നാ. എന്താ ഈ മുവാലബത്ത് പറഞ്ഞാൽ? മുവാലബത്ത് എന്ന് അറബിയിൽ പറയാം. എന്താണ്? ഒരു സംഗതി നമ്മൾ പതിവായി ചെയ്യാം, മരണം വരെ ചെയ്യാം, അതിനെന്തില്ല?
ഇടയ്ക്ക് വെച്ചൊരു നിർത്തി പോണ സംഗതി ഇല്ല. ഇടയ്ക്ക് വെച്ചിട്ട് എന്തില്ല, നിർത്തി പോണ സംഗതി ഇല്ല. ഇപ്പം ളുഹർ നിസ്കരിക്കുക, ഇന്ന് നിസ്കരിക്കുക, നാളെ പോയി നിസ്കരിക്കണം എന്നില്ല, അത് പറ്റൂല. അപ്പം എന്തുണ്ട്, അതാണ് മുവാലബത്ത്. നമ്മൾ ചെയ്യണ പണി ആ ളുഹർ നിസ്കരിച്ചെങ്കിൽ നാളെയും അതേപോലെ ളുഹർ നിസ്കരിക്കണം, മറ്റന്നാൾ നിസ്കരിക്കണം. ഇനിയിപ്പം നാളെ വയ്യ, രോഗിയാണ്, പറയാൻ പറ്റൂല, ആ രോഗിയാലും നിസ്കരിക്കണം കഴിയണേക്ക് ഇല്ലേ. ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാൾ മരിക്കാൻ പോവാ, മരണം വരെ നിസ്കരിക്കണം. അതാണ് എന്ത് അഖീമു എന്നതിലുള്ള ഒരു സൂത്രം, മുവാലബത്ത് ഉണ്ടാവുന്ന ദായിമായിട്ട് ചെയ്യണം. 2 ഇഖാമത്ത് എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാമ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ എന്താ അർത്ഥം, നിന്നു അല്ലേ. നമ്മളിപ്പം പിന്നെ നിർവഹിച്ചു എന്നില്ലേന് എന്താ പറയാ, കാമ ബി, അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹു ഉപയോഗിച്ചത് എന്താ, അഫ്അലവദനായ അഖാമയാണ്. അഖാമ എന്താ വ്യത്യാസം? ഒരു സംഗതി ഇപ്പം നിങ്ങൾ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ബിൽഡിങ് നല്ല തറോ ആയിട്ട്, അതിൻ്റെ തറയൊക്കെ വളരെ കൃത്യമായിട്ട് ആ കല്ലുകളിങ്ങനെ കോർക്കുന്നുണ്ടല്ലോ നിങ്ങൾ, കല്ലിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കൊക്കെ അയ്യ ആണോ? അല്ലല്ലോ, അങ്ങനെ അട്ടിക്കണ്. എങ്ങനെ പടക്കണ് ഇതുവരെ കണ്ടില്ല നിങ്ങൾ? ആ ഇതിപ്പോൾ ആദ്യത്തെ 2 കല്ല്, പിന്നത്തെ കല്ല് എവിടെ വെക്കുക, മിഡില്ല വെക്കുക. സ്കാത്തിന് സെഫ് വെക്കണുണ്ടല്ലോ നിങ്ങൾ, ആദ്യം അവിടുന്ന് ഇങ്ങോട്ടാ തുടങ്ങുക, ആദ്യം സെൻറ്ററിൽ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ അവിടെ പോവും അല്ലേ, വലത്ത് എടുത്ത്. ഇതേപോലെ കല്ല് വെക്കുമ്പം നടുവിൽ പിന്നെ വെക്കും, പിന്നെ ഇവിടെയും വെക്കും ആദ്യത്തേത്. പിന്നെ ആ 2 ഇടല്ലേ, ആ ഇടൻ്റെ മുകളിലാണ് നമ്മളെ പിന്നത്തെ കല്ല്, അടുത്ത മുകളിലുള്ള കല്ല് വെക്കുന്നത്. അതേതിന് സ്റ്റെപ്പ് കണക്കാക്കിയിട്ടാണ് വെക്കുക? അല്ല, സ്റ്റെപ്പ് കണക്കാക്കി വെച്ചാൽ എന്തുണ്ടാവും? ആ അവസാനം പടപടോറിനട് വെക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആ കോർവ് ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു സാധനം പണിനേനാണ് എന്ത് പറയുക ഭാഷയിൽ ഇഖാമത്ത് എന്ന് പറയുന്നത്. അപ്പം ആരാണ് ഈ കോർവ പഠിപ്പിച്ചതിൻ്റെത്? ഈ കല്ലിങ്ങനെ വെക്കണം എന്ന് ആര് പഠിപ്പിച്ച? ആ മണ്ണാനത് അറിയാം. എന്തെങ്കിലും മണ്ണാനല്ലേ പറയാ? അയാൾക്കത് അറിയാം അല്ലേ. അപ്പം ആ നിസ്കരിക്കുന്ന ആൾക്ക് അറിയും എങ്ങനെയാണ് ഈ നമസ്കാരം നിലനിർത്തേണ്ടത്, അതിന് പഠിക്കണം അല്ലേ. അപ്പം ആ രൂപത്തിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ആ നമസ്കാരം നിർവഹിക്കുക എന്നതാണ് ഇത് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം. 2 മുവാലബത്ത് വേണം. പിന്നെ അതിനെന്തൊക്കെ ശുറൂത്തുകളുണ്ടോ, എന്തൊക്കെ വാജിബാത്തുകളുണ്ടോ, അതൊക്കെ അതിൻ്റെ കൂടെ വേണം. ഏതെങ്കിലും ഒന്ന് കോട്ടം പറ്റിയാൽ ആ നിസ്കാരത്തിന് എന്ത് ചെയ്യും, അതിൻ്റെ പദവി കുറയും. ഏതെങ്കിലും ഒരു ഭാഗത്ത് കോട്ടം പറ്റിയാൽ ആ ബിൽഡിങ് ചെരിയുന്നത് പോലെ നമസ്കാരം എന്ത് ചെയ്യും, ചെരിഞ്ഞു പോകും അല്ലേ. ചെരിഞ്ഞു പോകാറഞ്ഞാൽ അതിൻ്റെ കൂലിക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ചില ആളുകളുടെ നമസ്കാരത്തിന് അശ്റ് കൂലിയുണ്ട്. അശ്റ് പറഞ്ഞാൽ അത്ര 1/10, 10-1 ഭാഗമുണ്ട്. ചിലർക്ക് പിന്നെ എന്താ പറയുക തുഷ് ഉണ്ട്, ചിലർക്ക് സുമുനുണ്ട്, ചിലർക്ക് സുബ ഉണ്ട്, ചിലർക്ക് പിന്നെ സുദുസ് ഉണ്ട്. ഇങ്ങനെ 1/10, 1/9, 1/8, 1/6, 1/7, 1/5 ഇങ്ങനെയുള്ള കൂലികൾ അള്ളാഹിൻ്റെ റസൂല് കണക്കാക്കി. എന്താ ആ പറയാനുള്ള കാരണം, മനുഷ്യൻ നിർവഹിക്കണ നമസ്കാരത്തിൽ എവിടെയെങ്കിലൊക്കെ തകരാറ് വരും ചിലപ്പോൾ. നമുക്കൊക്കെ പിന്നെ ആ 10-1 മാർക്കും കിട്ടിയാൽ അൽഹംദുലില്ലാ അല്ലേ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വ അഖീമുസ്സലാത്ത എന്ന പദപ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാനുള്ള ഒരു കാരണം. ഇനി പിന്നെ അതിനോട് ബന്ധിപ്പിച്ച എന്താ, വാത്തു ജക്കാത്ത് നിർവഹിക്കുകയും വേണം. അപ്പം ഒരു ചോദ്യം വരും, എന്താ ഇപ്പം പഠിച്ചോ നിസ്കാരം ജക്കാത്തും, വേറെ ഇസ്ലാമിക കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് അല്ലേ, നോമ്പില്ലേ, എന്താ ഇപ്പം നോമ്പിനെ ആയത്ത് കൊണ്ടുവരാഞ്ഞ്? ഹജ്ജില്ലേ, ഹജ്ജിനെന്ത് ആയത്ത് കൊണ്ടുവരാഞ്ഞ്? ചിലപ്പോൾ ചോദ്യം നമ്മളെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചോദിക്കും, എന്താ പഠിച്ചപ്പോൾ ഒരു നമസ്കാരവും ഒരു ജക്കാത്തും മാത്രം പറഞ്ഞാണ്? വിശുദ്ധ ഖുർആനിൽ 30 ആയത്തുകളിലായി നമസ്കാരത്തെയും ജക്കാത്തിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 27 ആയത്തുകളിൽ പിന്നെ നമസ്കാരവും ജക്കാത്തും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 30 ആയത്തുകൾ ജക്കാത്തിനെ പറ്റി മാത്രം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ തന്നെ 27 എന്താണ്,
വഅഖീമുസ്സലാത്ത വആത്തു സക്കാത്ത തുടങ്ങിയ പ്രയോഗങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്. അത്രമാത്രം സക്കാത്തും നമസ്കാരവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം, ആരാധനകളുടെ കൂട്ടത്തിൽ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? നമസ്കാരമാണ്. ആ നമസ്കാരം ഒരാൾ ശരിയായി നിർവഹിച്ചാൽ മറ്റ് ആരാധനകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടിട്ട് ശരിയാവും. പിന്നെ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധം. സ്വലാത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? സ്വലാത്ത് ഏത് നിന്നാണ് ആ പദം ഉണ്ടായത്? ഏതിൽ നിന്നാണ്ടായത് സ്വലാത്ത്? നമ്മൾ ചിലപ്പോൾ അതിന് പ്രാർത്ഥന എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിനർത്ഥമുണ്ട് പ്രാർത്ഥന, അല്ലേ? പിന്നെന്താ ശരിക്കും അതിൻ്റെ ഭാഷ എവിടുന്നാ വരുന്നേ? സ്വലാത്ത്. നിങ്ങൾ സിലത്തുർ റഹ്മ എന്നൊക്കെ കേട്ടില്ലേ? എന്താ? കുടുംബ ബന്ധം പുലർത്ത, അല്ലേ? സിലത്ത്, ബന്ധം. അപ്പൊ സ്വലാത്ത് പറഞ്ഞാൽ ഒരു ബന്ധിപ്പിക്കല. ആരുമായിട്ടുള്ള ബന്ധം? അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് റബ്ബുമായിട്ടുള്ള കണക്ഷനാണ് നമസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നതിന് സിലത്ത് എന്ന് പറയും, അല്ലേ? സിലത്തുർ റഹ്മ. അപ്പം ഇതേപോലെ ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതിനാണെന്ന് പറയുന്നത് സ്വലാത്ത് എന്ന് അസില് പറയണത്. അത് പിന്നെന്തായി? ഒരു സാങ്കേതിക നാമമായി നമ്മൾ ഉപയോഗിച്ചു. ഒരു പ്രത്യേക രൂപത്തിലുള്ള ആരാധനാകർമ്മത്തിന് സ്വലാത്ത് 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 എന്ന് പറഞ്ഞു വന്നതാ. അതാണ് പിന്നെ അങ്ങനെ ആയത്. ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ചില പണ്ഡിതന്മാർ പറയണത് എല്ലാ ഇബാദത്തുകളെയുമാണ്. ഇപ്പം ജുസു പറഞ്ഞ് കുല്ലുദ്ദേശിക്കാണ്. എന്താ ഈ ജുസു പറഞ്ഞ് കുല്ലുദ്ദേശിക്കാറുള്ളത്? ജഅലു അസാബിയഹും ഫി ആദാനിഹിം. അസാബി എന്ന് പറയുന്നത് എന്താ? അസാബി പറഞ്ഞാൽ എന്താ? വിരല്. അസാബിയ എന്ന് പറഞ്ഞാൽ വിരലുകൾ. അവരവരുടെ വിരലുകൾ അവരുടെ കാതുകളിൽ ഇട്ടു പറഞ്ഞാൽ ഈ വിരലൊക്കെ പാടെ അതിൻ്റെ ഉള്ളിൽ കടുപോവോ? ഇല്ല. അപ്പൊ പിന്നെ ഇടണ ഏതാ? ഒരു തുഞ്ചം, അല്ലേ? ഒരു ഭാഗം മാത്രം. അപ്പം അള്ളാഹുവോട് ഉപയോഗിച്ച പദം ഒരു ജുസ് പറയാ. ഒരു ഭാഗം പറഞ്ഞിട്ട് ഉദ്ദേശിക്കണ എന്താണ്? ഉദ്ദേശിക്കണ ചിലപ്പം മുഴുവൻ ഉണ്ടാവും, ചിലപ്പം മുഴുവൻ പറഞ്ഞിട്ട് ജുസുവും ഉദ്ദേശിക്കും. ഇവിടെ നമസ്കാരം എന്ന ആരാധനയുടെ ഒരു ഭാഗം പറഞ്ഞിട്ട് എല്ലാ ആരാധനയും ഉദ്ദേശിക്കുന്നതാണ് അഖീമുസ്സലാത്ത എന്നല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് ചില മുഫസ്സിറുകൾ വിവരിക്കണ കാണാം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? അഖീമുസ്സലാത്ത, നമസ്കാരം എന്നതിൻ്റെ ഭാഷാർത്ഥം. അള്ളാഹു ആ നമസ്കാരം എന്ന സാങ്കേതിക പദം അവിടെ കൊണ്ടുവരാനുള്ള കാരണം എല്ലാ ആരാധനകളെയുമാണ്. ഹജ്ജും നോമ്പും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ മുമ്പന്തി നിൽക്കുന്ന ആളാണ് ആര്? നമസ്കാരം. അതുകൊണ്ട് അയാളെ പ്രത്യേകം എടുത്തു കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പോൾ വഅഖീമുസ്സലാത്ത. പിന്നെ പറയുന്ന എന്താ? വആത്തു സക്കാത്ത. അതിൻ്റെ അർത്ഥം സക്കാത്ത് നിങ്ങൾ കൊടുക്കുകയും വേണം, കൊടുത്തു വിട്ടുക. അവിടെയും അതേപോലെ തന്നെയാണ്. ആത്തു എന്നുള്ള പ്രയോഗമാണ് വന്നിട്ടുള്ളത്. ആത്ത എന്ന് പറഞ്ഞാൽ കൊണ്ടുവരികയാണ്. സക്കാത്ത് നിങ്ങൾ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രായോഗികമായി കൊണ്ടുവരണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പ്രധാന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന്, ആരാധനകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട നമസ്കാരം. ആ നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു അവകാശമാണ് ഇത് നമസ്കാരം. എന്നാൽ സക്കാത്ത് അള്ളാഹ്ക്കുള്ള അവകാശത്തോടു കൂടി തന്നെ എന്താണ്? മനുഷ്യരോടുള്ള ഒരു അവകാശം നിർവഹിക്കലുമാണ്. സക്കാത്ത് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഫുക്കറാക്കൾക്ക്, അല്ലേ? മിസ്കീന്മാർക്ക്, അതിനർഹപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ അത് മനുഷ്യരുമായിട്ടുള്ള ഒരു ഹക്കാണ്. നമസ്കാരോ അള്ളാഹുമായിട്ടുള്ള ഒരു ഹക്ക് നിർവഹിക്കലാണ്. അപ്പം ആ ഇസ്ലാം ദീനിനെ മൊത്തം എടുത്തു നോക്കിയാൽ, ദീൻ എന്ന് പറയുന്ന മൊത്തം എടുത്തു നോക്കിയാൽ ഈ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ടാവുക. ദീനിനായിട്ട് പൊളിച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം കാണാം. ഒന്ന് അള്ളാഹുമായിട്ടുള്ള ഹക്ക്, രണ്ട് അള്ളാഹുവിൻ്റെ അടിമകളുമായി, മറ്റുള്ളവരുമായി, ദാസന്മാരുമായിട്ടുള്ള, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള ഹക്ക്. അപ്പം നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ഹക്ക് ഒരു ഭാഗം, മറ്റൊരു ഭാഗം മനുഷ്യരുമായിട്ടുള്ള ഹക്ക്. അതുകൊണ്ടാണ് അഖീമുസ്സലാത്ത
വആത്തു സക്കാത്ത എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയുന്നത്, കാണാം അന്ന സ്വലാത്ത തുമസ്സിലുൽ ഇബാദാത്ത്, നമസ്കാരം എന്നാണ് അല്ലാഹു പറഞ്ഞതെങ്കിലും എല്ലാ ഇബാദത്തുകളെയുമാണ് അത് പ്രതിനിധീകരിക്കുന്നത്. വഅന്ന സക്കാത്ത തുമസ്സിലുൽ മുആമിലാത്ത്, സക്കാത്താണ് അല്ലാഹു പറഞ്ഞിട്ടില്ലെങ്കിലും മുആമലാത്തുമായിട്ടുള്ള എല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വഅതിഉർ റസൂല, എന്താ ഇപ്പൊ വഅതിഉർ റസൂല അതിനോട് അറ്റാച്ച് ചെയ്യാൻ കാരണം എന്താ അപ്പൊ അതുമായിട്ടൊരു ബന്ധം? നിങ്ങൾ നിസ്കരിച്ചോളി, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഅതിഉർ റസൂല, എന്താ ഇപ്പൊ ബന്ധം? എന്താ ബന്ധം? നമ്മളത് നിസ്കരിച്ചാ പോരാ, ആ നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്താഅത്ത് ചെയ്തുകൊണ്ട്, ഇത്തിബാ ചെയ്തുകൊണ്ട്, അനുധാവനം ചെയ്തുകൊണ്ടാവണം. ഞാൻ ഇപ്പം നിസ്കരിക്കുന്നുണ്ട് അല്ലേ, ഞാൻ ഒരു ദിവസത്തെ 5 നിസ്കാരം പോയിട്ട് ഒരു സാഡ് നിസ്കരിക്കുക, അങ്ങനെ ചില ആളുകളെ കണ്ടില്ല നിങ്ങൾ? 5 അപ്പോൾ ടൈം ഉണ്ടാകുമ്പോൾ നിസ്കരിച്ചാൽ പോരെ. അള്ളാഹ് നിസ്കരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, 5ഉം ഞാൻ നിസ്കരിച്ചു. ചിലവർ യുക്തി എടുക്കും, അങ്ങനെയൊന്നും പ്രയാസപ്പെടണ്ടല്ലോ, ഒരു ദിവസം 2 3 ഒക്കെ ടൈം നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന ചില ആളുകളും ഉണ്ട് അല്ലേ. നിസ്കാരം തന്നെ വേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പം അതൊന്നും പറ്റൂല അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിസ്കരിക്കാനൊന്നും പറ്റൂല. എപ്പോഴെങ്കിലും ഉറങ്ങണീച്ചിട്ട് നിസ്കരിച്ചാൽ മതി, പറ്റൂല. അതിന് വാക്കി മുസ്സലാത്ത എന്നുള്ളിടത്ത് എന്തുണ്ടാവൂല, വഅതിഉർ റസൂല ആയിട്ട് കണക്റ്റ് വേണം. അപ്പൊ കണ്ടങ്ങൾ വഅഖീമുസ്സലാത്ത വഅതു സക്കാത്ത വഅതിഉർ റസൂല ആണോ. ഈ പറയുന്ന പണികളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന കാണാം, വഅഖീമുസ്സലാത്ത എന്നുള്ള അത്തിഫിൻ്റെ കണക്റ്റ് ചെയ്യാനുള്ളതാണ്, വഅതു സക്കാത്ത എന്നുള്ള വാവും കണക്റ്റ് ചെയ്യാനുള്ളത്. എന്നാൽ വഅതിഉർ റസൂല എന്നുള്ള വാവ് എന്തല്ല, കണക്റ്റഡ് അല്ല. എന്തുകൊണ്ട്? എന്താ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ വാവ് ഹാലിണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. വാവ് എന്തുണ്ട്? ഹാലിണ്ട്. എന്താ ഈ ഹാലിയായ വാവ് എന്ന് പറയുന്നത്? ഹാലിയായ വാവ് പറയുന്നത്, ഞാൻ പിന്നെ ജമ്മിയയിലേക്ക് പോയി. എങ്ങനെ അറബി പറയാം? സഹബ്തു ഇലൽ ജമ്മിയ. എങ്ങനെ പോയത്? ബസ് കയറിപ്പോയി അല്ലെങ്കിൽ നടന്നുകൊണ്ട് പോയി എന്ന് നിങ്ങൾ എങ്ങനെ പറയാ സാധാരണ? സഹബ്തു ഇലൽ ജമ്മിയ. എങ്ങനെ? പിന്നെ സഹബ ഷൗക്കത്ത് ഇലൽ ജമ്മിയ. എങ്ങനെ? വഹുവ മാഷിൻ. അയാൾ കാലിന് നടന്നുകൊണ്ടാണ് പോയത് അല്ലേ. അല്ലെങ്കിൽ വഹുവ റാക്കിബുൻ, ബസ്സിൽ കയറിക്കൊണ്ടാണ് പോയത്. അപ്പൊ കണ്ടോ എന്തിനാ വാവ് അവിടെ ചേർത്തത്? വാവ് അതാണ് ഹാലി. അയാളുടെ ആ പോയ അവസ്ഥ വിശദീകരിക്കാൻ ചിലപ്പോൾ വാവ് കൊണ്ടുവരും. എന്നാൽ ആദ്യം പറഞ്ഞ വാവ് അതല്ല, ആത്തു സക്കാത്തിൽ വാവ് അതല്ല. വഅതിഉർ റസൂലിലെ വാവ് എന്താണ്? ഹാലിയാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെ കാണാം. അപ്പം അതിൻ്റെ കുട്ടൻസ് എന്താ? നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്ന നിലയിൽ. മനസ്സിലായങ്ങൾക്ക് അതിൻ്റെ രൂപം? അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാതെ സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. നിന്റെ ഇഷ്ടം പോലെ എപ്പോഴെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല സക്കാത്ത്. അള്ളാഹിൻ്റെ റസൂല് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിക ശരീഅത്ത് അതിന് കൃത്യമായ ചാർട്ട് വരച്ച് തന്നിട്ടുണ്ട്. ആ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കണം. അത് കൊടുക്കാഞ്ഞാൽ ശിക്ഷ കിട്ടും അല്ലേ. അള്ളാഹിൻ്റെ റസൂല് ഇന്ന ഒരു ദിവസം ഇത്ര നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുബിക്ക് എനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് 4ഉം 10ഉം ഒക്കെ നമസ്കരിക്കാം. അസറും മാരിബൊന്നും എനിക്കാവൂലേ, ഞാൻ ജോലി വന്ന് ഉറങ്ങണ നേരേക്കാരം. അതിനൊന്നും നിന്നെ കിട്ടൂല, പറ്റൂല. ഓരോന്നിനും ചാർട്ടുണ്ട്, നിലാമുണ്ട്, വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ ആര് വിശദീകരിച്ച് തന്നിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ച് തന്നിട്ട്. അപ്പം ആ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ നമസ്കാരം നിർവഹിക്കേണ്ടത്. ആ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള നിലയിലാണ് നിങ്ങൾ സക്കാത്ത് നിർവഹിക്കുന്നത്. നോക്കൂ നിങ്ങളത്
വ അഖീമുസ്സലാത്ത വ ആത്തു സക്കാത്ത പിന്നെന്താണ് വ അത്തിഉർ റസൂല. എന്നാൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്? എന്താ? ലഅല്ലക്കും തുർഹമൂൻ, അള്ളാന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന. അപ്പൊ ഈ 3 കാര്യം ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ദീന് മുഴുവാണത് അല്ലേ? ദീന് മുഴുവാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ആ ദീനനുസരിച്ച് നിങ്ങൾ നടന്നാൽ എന്ത് കിട്ടും? അള്ളാഹുവിന്റെ കാരുണ്യം, റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ? അള്ളാന്റെ കാരുണ്യം, ഇവിടെ പറഞ്ഞ കാരുണ്യം എന്താ? അള്ള നിങ്ങളെ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം. ആ വാഗ്ദാനം ഓരോരുത്തർക്കും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് എന്തിനാ? ദീന് നിലനിർത്താനാണ്. ദീന് നിലനിർത്താനാണ്. ദീന് നിലനിർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുക? പിന്നെ ഭയം എന്ന അവസ്ഥ പോയിട്ട് നിർഭയത്വം, അമ്നി എന്ന അവസ്ഥ വരുള്ളൂ. അതിന് എന്ത് വേണങ്ങള്? ഈ ഒരു ഇത് വേണം. ഏത്? വ അഖീമുസ്സലാത്ത വ ആത്തു സക്കാത്ത വ അത്തിഉർ റസൂല. എങ്കിലേ നിങ്ങൾക്ക് ദുനിയാവിൽ ആ നിർഭയത്വം എന്ന കാരുണ്യം ലഭിക്കുകയുള്ളൂ. മറ്റൊരർത്ഥം, ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ആ സ്വർഗത്തിലെ പദവികളാണ്. ആ സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പിന്നെ എന്ത് വേണം? പിന്നെ ഈ വ അഖീമുസ്സലാത്ത വ ആത്തു സക്കാത്ത വ അത്തിഉർ റസൂല എന്നീ പിന്നെ നിങ്ങൾക്കുണ്ടാവണം എന്ന് നോക്കിങ്ങൾ. ഇത്രമാത്രം പിന്നെ നമസ്കാരത്തിന് പ്രാധാന്യം നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനോ മുൻ വേദഗ്രന്ഥങ്ങളോ മുൻ പ്രവാചകന്മാരോ അവരുടെയൊക്കെ ചരിത്രം പറയുന്നിടത്ത് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പിന്നെ സംഗതിയാണിത്, ഒരു ആരാധനാ കർമ്മമാണിത്, നമസ്കാരം. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിഞ്ചു പൈതലിനെ എവിടെ കൊണ്ടാക്കേണ്ട? മക്കത്ത് കൊണ്ടാക്കേണ്ട. അന്ന് അവിടെ കൃഷിയുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ വെള്ളമില്ല. ഒരു കൃഷിയില്ലാത്ത സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുപോയാക്കണം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ പിന്നെ കൊണ്ടുപോയാക്കണ രംഗത്തെപ്പറ്റി വിവരിക്കണോടത്ത് കാണാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ. കൃഷിയില്ലാത്ത ഒരു മലഞ്ചെരുവിൽ, ഒരു താഴ്വരയിൽ എൻ്റെ സന്തതികളെ ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് പറയാൻ. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്ദ ബൈത്തിക്കൽ മുഹറം, പവിത്രമായ നിന്റെ ആ ഗേഹത്തിന് സമീപത്ത്. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, എന്തിനാണ് അവിടെ കൊണ്ടുപോയാക്കിയത്? റബ്ബനാ ലിയുഖീമുസ്സലാത്ത. നോക്കിങ്ങള്, റബ്ബനാ ലിയുഖീമുസ്സലാത്ത, എൻ്റെ സന്താനങ്ങൾ നമസ്കാരം കൃത്യമായി മുറ പോലെ അത് നിർവഹിക്കാനാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിയത് പഠിച്ചോനെ എന്നാണ് ആര് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. എന്നിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാനെന്ത്? ഫജ് അൽ അഫ്ഇദതൻ മിനന്നാസ്, പടച്ചോനെ ചില മനസ്സുകളെ, കുറച്ച് ആളുകളുടെ മനസ്സുകളെ, ജനങ്ങളിൽ നിന്നുള്ള പിന്നെ മനസ്സുകളെ, തഹ്വീലേഹിം അവലിലേക്ക് ചായ്വുണ്ടാക്കണേ പടച്ചോനെ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. വർസുഖുഹും, അവർക്ക് നിങ്ങൾ അള്ളാഹുവെ റിസ്ക് നൽകണേ പടച്ചോനെ. എന്ത്? മിനസമറാത്ത്, കായ്ക്കനികളിൽ നിന്ന്. ലഅല്ലഹും യഷ്കുറൂൻ, അവർ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോയാക്കുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല. ഇന്നത്തെ മക്കായുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ലോകത്തുള്ള എല്ലാ കായ്ക്കനികളും അവിടെ വരികയാണ്. മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവിടെ എത്തുകയാണ് അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന എന്തിനാ കൊണ്ടുപോയാക്കിയത്? ലിയുഖീമുസ്സലാത്ത. ഈ ഒരു സംഗതി ഏതൊരു നാട്ടിലുണ്ടോ ആ നാട്ടിൽ നിർഭയത്തുണ്ടാകും. അവിടെ അള്ളാഹുവിൻ്റെ ജീവിക്കാനുള്ള റിസ്ക് ലഭിക്കും, കായ്ക്കനികൾ ലഭിക്കും എന്നതും അതിൻ്റെ ഉള്ളിൽ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുങ്ങൾ. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ മറ്റു പ്രാർത്ഥന കാണാം. റബ്ബി ജഅൽനി മുഖീമസ്സലാ, പഠിച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ സുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും എന്ന്. റബ്ബന വതഖബ്ബൽ ദുആ, പഠിച്ചോനെ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പറ്റി വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നിടത്തും ഈ ഒരു കാര്യം പ്രത്യേകം പ്രശംസിച്ച് പറയുന്നത് കാണാം. ഇസ്മായിൽ നബീൻ്റെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഇങ്ങനെ അള്ളാഹു താല പ്രശംസിച്ച് പറയുന്നുണ്ട്. അതിലൊരു കാര്യം അള്ളാഹു താല പറയുന്നത് എന്താ? വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. ഉണ്ടോ?
നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബക്കാരോട് പ്രത്യേകം കൽപ്പിക്കാറുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ വസ് ജക്കാത്ത്, നിസ്കാരം മാത്രമല്ല ജക്കാത്തിൻ്റെ കാര്യത്തിലും. വക്കാന ഇന്ദ റബ്ബിഹി മർദിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള ആളാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് അള്ളാഹു അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവായിട്ട് മീറ്റിംഗ് ലിഖാഇന് വേണ്ടി പോകുമ്പോൾ അവിടെയും അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു മൂസാ നബിയോട് സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്നനി അനല്ലാ, പിന്നെന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാനല്ലാതെ ഇലാഹില്ല, എന്നെ മാത്രം പിന്നെ നീ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാധനയുടെ പ്രത്യേക അത് എടുത്തു പറയാണ്. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരം കൃത്യമായി അപ്പം ആ മൂസാ നബിയുടെ കാലഘട്ടത്തും അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തും എന്തുണ്ട്? നമസ്കാരം എന്ന ആരാധനാകർമ്മമുണ്ട് അല്ലേ? മഹാനായ ശുഐബ് നബി ആ തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ ആ ശുഐബ് നബിയെ അവർ കളിയാക്കിയത് എന്താ? ശുഐബ് നബിൻ്റെ ജനതയോട് ശുഐബ് നബി പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചേർക്കരുത്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അവർ പിന്നെ ആ കൗമ്, ശുഐബ് നബിയുടെ കൗമ് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. കാലു യാ ശുഐബ്, ആ കൗമ് ചോദിക്കാണ്, ഓ ശുഐബേ, അസ്സലാത്തുക ഉമുറുക അൻ നതുറുക മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്നതിനൊക്കെ ഒഴിവാക്കാനാണോ എൻ്റെ നിസ്കാരം എന്നോട് കൽപ്പിക്കണം? നോക്കി നിങ്ങൾ, ഈ ശുഐബ് നബി അലൈഹിസ്സലാം നിസ്കരിച്ചത് കൊണ്ടാണ് ഈ ബിംബങ്ങളെന്ന് ആരാധിക്കരുത് എന്ന് ഞങ്ങളോട് പറയാനുള്ള കാരണം. ഔ അൻ നഫ്അല ഫി അംവാലിന മനശാ, ഞങ്ങൾ ഉദ്ദേശിച്ച പ്രകാരം ഞങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ നിന്ന് നിന്റെ നിസ്കാരാണോ എന്നെ തടഞ്ഞു നിർത്തുന്നത്? ഇന്നക അൻതൽ ഹലീമുർ റഷീദ്. അപ്പം നോക്കി നിങ്ങൾ, ആ ശുഐബ് നബിയുടെ ജനത ഫസാദിൽ മുഴുകിയിരിക്കെ ആ ശുഐബ് നബിയോട് പറയണത് ഈ നിസ്കാരമാണ് ശുഐബ് നബിയെ, ആ പ്രവാചകനെ പ്രവാചകനാക്കുന്നത് എന്ന ധാരണയാണ് ആർക്കുള്ളത്? അവർക്കുള്ളത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അല്ലേ? പിന്നെ ജക്കരിയ നബി അലൈഹി സ്വലാമിന് വയസ്സായി, കുട്ടികളുണ്ടായില്ല, പിന്നെ തല നരച്ചുപോയി. അവസാനം മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്താ പറയണത്? ഫനാദത്തുൽ മലായിക, മലക്കുകൾ പിന്നെ ജക്കരിയ നബി അലൈഹി സ്വലാമിനോട് വിളിച്ചു പറയാണ്. എവിടെയാണ്? വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മെഹ്റാബ്, അങ്ങനെയല്ലേ? ആ മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കേ ആ ടൈമിലാണ് ആര് വിളിച്ചത്? മലക്കുകൾ അദ്ദേഹത്തിനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്താണ്? അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, യഹ്യ എന്ന് പറയുന്ന മോനെ കൊണ്ട് നിനക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാര ടൈമിലാണ് എന്ത് പറയണത്? ആ കുട്ടി ഉണ്ടാകാൻ പോണ വിവരം ആര് പറയണത്? മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പം അത്ര പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പ്രവാചകനാണ് ആര്? ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? ആ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് പറയുന്നത് എന്താ? വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി, പിന്നെന്താണ്? മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കാരവും സകാത്തും നിർവഹിക്കാനാണ് ആരെന്നോട് കൽപ്പിച്ചിട്ടുള്ളത്? അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ തൊട്ടിൽ കിടക്കണ പ്രായത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആലോചിച്ചു, അവിടെയൊക്കെ നമസ്കാരത്തിൻ്റെ കാര്യമാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ജനങ്ങളോടും കൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ? വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നബിയെ താങ്കൾ തങ്ങളുടെ കുടുംബക്കാരോട് വീട്ടുകാരോട് എന്ത് പറയണം? നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, അത് പോരാ, ആ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കാനും ക്ഷമിക്കാനും ഒക്കെ അവരോട് കൽപ്പിക്കണം എന്ന് ആരും പിന്നെ നബിയോട് പറയാൻ വേണ്ടിയിട്ട്, കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. വഅഖീമുസ്സലാ, ഇവിടെ പറയുന്നതോ വആതുസ്സക, മറ്റൊരു സൂറത്തിൽ വഅഖീമുസ്സലാ വആതുസ്സക, പിന്നെന്താണ് സൂറത്ത് ബഖറയിൽ വർകഉ മഅറാക്കിഹീൻ, നമസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന കൂട്ടത്തിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി എണ്ണിയതേതാ? ഈ നിസ്കാരത്തിൻ്റെ കാര്യമാണ്. ആ നമസ്കാരം എല്ലാ കാര്യങ്ങളും നബിക്ക് കിട്ടിയത് എങ്ങനെ? ജിബ്രീൽ എന്ന മലക്ക് മുഖേന വഹി എന്ന വാസ്തയിലാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരുണ്ട്. ആര്?
ജിബ്രീൽ അലൈഹി സ്വലാം ഉണ്ട്. എന്നാ നിസ്കാരോ നേരിട്ട് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, രാപ്രയാണം. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ആകാശലോകത്തേക്കുള്ള ആരോഹണം ഇല്ലേ, മിഅ്റാജ് എന്ന് പറയും. അവിടുന്നാണ് എന്ത് കിട്ടുന്നത്? നമസ്കാരം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള. അപ്പം അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത് നമസ്കാരം എന്ന് പറയുന്നത്. മാത്രമല്ല ഡയറക്റ്റ് കൊടുത്തതാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാം പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം വഹി എന്നുള്ള വാസ്തവമില്ലാതെയാണ്. മറ്റതൊക്കെ പിന്നെ ദിവ്യബോധനം നേരിട്ട് കൊണ്ടുവരാണല്ലോ. അവിടെയും എന്തുണ്ട്? ജിബ്രീൽ എന്ന മലക്കുണ്ട്. പക്ഷേ അത് ഡയറക്റ്റ് ആണെന്നാണ്, വഹി എന്നുള്ള ഇതില്ലാതെ ആണ് എന്നതാണ് പണ്ഡിതന്മാരതിനെ എണ്ണി വരുന്നത്. പിന്നെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുമ്പോൾ വസിയത്ത് ചെയ്തത് എന്താ? എന്തിൻ്റെ കാര്യത്തിലാ? അസ്സല വമാ മലക്കത്ത് ഐമാനിക്കും ല്ലേ, നമസ്കാരത്തിൻ്റെ കാര്യം ല്ലേ. ആയിഷാ ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് അവസാനമായി പറയുന്ന വാക്കും പിന്നെ സ്വല എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൊണ്ടയിൽ അഹർഹർ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് എന്ത് പറയണത്? ആ നമസ്കാരത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം പ്രവാചകന്മാരൊക്കെ ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. ഈ പ്രവാചകന്മാരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു ജനവിഭാഗം വരും അല്ലേ, അവരെ പിന്നാലെ ഒരു വിഭാഗം വരും. അവരുടെ സ്വഭാവം സ്വലാത്ത, ഈ പ്രധാനപ്പെട്ട ആരാധനാകർമ്മം അവർ പാഴാക്കി കളയും. പിന്നെ വത്തബഉ ഷഹവാത്ത്, ദേഹേച്ഛകളെ അവർ പിൻപറ്റിപ്പോവും. ഫസൗഫ യൽഖൗന ഗയ്യ, അങ്ങനെ തന്നെയല്ലേ? അവർ പിന്നെ വയ്യ എന്ന് പറഞ്ഞ നരകത്തിലെ ഒരു തായ്വരയുടെ പേരാണ് എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. ആ നരകത്തിൽ അവർ ചാടും എന്നുള്ളതാണ്. ഈ നിസ്കാരം പാഴാക്കണം, അതേപോലെ തന്നെ ദേഹേച്ഛകളെ പിൻപറ്റി നടക്കുന്ന ആളുകൾക്ക് നരകത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് വയ്യ എന്നതാണ് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സ്വഭാവം, അള്ളാഹ് പറഞ്ഞ ഈ സ്വഭാവം നമ്മളിലുണ്ടോ? ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കൃത്യമായിട്ട് സുബഹിസ്കരിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്നോട് ഞാൻ ചോദിക്കാം, എൻ്റെ മനസ്സിനോട് ചോദിക്കാം അല്ലേ. ഞാൻ കൃത്യമായിട്ട് അസറിസ്കരിക്കണം. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പാഴായി പോവാം. ബാക്കിയൊക്കെ നമ്മൾ ഡ്യൂട്ടിയിൽ മുന്നിലൊക്കെ ഉണ്ടാവും, അതിനെന്തുണ്ടാവും? ചിലപ്പോൾ ബാക്കിലുണ്ടാവും. ഇനി ആവുമല്ല, നിസ്കാരം തന്നെ അതൊന്നും അത്ര പ്രാധാന്യം നൽകാത്ത ജനവിഭാഗവും ജൂത ക്രിസ്തീയ വിഭാഗവും എന്ത് ചെയ്തിരുന്നു? നമസ്കരിച്ചിട്ടുണ്ട് അവർ അല്ലേ. ഇന്നും അവർ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല? യഥാർത്ഥ നമസ്കാരമല്ല. ആ നമസ്കാരത്തിൻ്റെ ഉള്ള അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ കൈഫിയത്ത്, ആ രൂപമൊന്നും അവർക്കില്ല. അതിനും അതേപോലെ പ്രവാചകനെ അവർ നിഷേധിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം അവർക്ക് എന്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. പിന്നെ പറയുന്നത് എന്താ? ആമിലത്തുൻ നാസിബ. പിന്നെ തസ്ല നാറൻ ഹാമിയ. നോക്കി നിങ്ങൾ, അവര് ചില ആളുകൾ, വുജൂഹ് എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ എന്നാണ് പത്തിൻ്റെ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ, ചില വിഭാഗം, അവർ വളരെ ഭവ്യതയോട് കൂടി പിന്നെ ആരാധനാകർമ്മങ്ങൾ ചെയ്യും. പിന്നെ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ആയത്ത് വുജൂഹ് യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ. അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിസ്കരിച്ച് അവർ ക്ഷീണിക്കുന്നുണ്ട്. ആരാധനാകർമ്മങ്ങൾ ചെയ്ത് അവർ പിന്നെ അവർ ക്ഷീണം വരുന്നുണ്ട് അവർക്ക്. എന്നിട്ടും തസ്ല നാറൻ ഹാമിയ അല്ലേ, അതിശക്തമായ ചൂടുള്ള നരകത്തിൽ അവർ കത്തിയിരുന്നു. ആരെപ്പറ്റി അല്ലാഹു തആല പറയണത്? അഖീമുസ്സലാ വആത്തുസ് സകാത്ത വഅതീഉർ റസൂല. അവിടെയാണ് അടിവരയിടേണ്ടത്. അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാതെ സകാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം അത് വേണം എന്നുള്ളതാണ് അത് ആയത്തും നമ്മെ. ഇനി നോക്കിങ്ങൾ, ജൂത ക്രിസ്തീയ വിഭാഗം മാത്രമല്ല, മുശ്രിക്കായ ശിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്കും നമസ്കാരമുണ്ട്. ഓൽക്കൊരു നമസ്കാരമുണ്ട്. അവരാർക്കാ നിസ്കരിക്കണത്? അള്ളാഹ്ക്കല്ല, വേറെ ആരുടെ മുമ്പിലാണ് നിസ്കരിക്കണത്? പരദൈവങ്ങളുടെയും ബിംബങ്ങളുടെയും മുമ്പിൽ അവരും നമസ്കരിക്കുന്നുണ്ട് അല്ലേ.
ഏത് മതം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ആ ആളുകളൊക്കെ എടുത്തു നോക്കിയാലും അവർക്കൊക്കെ ഈ നമസ്കാരമുണ്ട്. പക്ഷേ എന്തല്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതല്ല അവർ കൊടുക്കുന്നത്, മറ്റൊരു ജനവിഭാഗം, പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കാണ് അത് അവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കണ, അതിന് വേണ്ടത്ര ഇത് നൽകാത്ത ഒരു ജനവിഭാഗം വരും. അത് മനസ്സിലാക്കുക അവർ ഇസ്ലാമിൻ്റെ സർക്കിളിൽ നിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ പുറത്തു പോവുകയാണെന്നാ. ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കണില്ലെങ്കിൽ ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല ഇസ്ലാം എന്ന സർക്കിള്, ആ സർക്കിളിൽ നിന്ന് ഞാൻ അങ്ങനെ പുറത്ത് പോവാനുള്ള അടയാളമാണ്. അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് എന്താ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഇന്നൽ അഹ്ദല്ലദീ ബൈനനാ വ ബൈനഹും അസ്സല, നമ്മളും അവരും തമ്മിലുള്ള കരാറ്, ആ ഇത് തന്നെ എന്താണ്, നമസ്കാരമാണ് എന്ന്. അതുകൊണ്ട് മൻ തറക്കഹ ഫഖദ് കഫറ, ആരാണോ നമസ്കാരം ഉപേക്ഷിക്കണത് ഓൻ പിന്നെ മതത്തിൽ നിന്ന് പുറത്താണെന്നാ. ആലോചിക്കുക. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഒരു സഹാബി പറയാൻ, അബ്ദുല്ലാഹിബിൻ ഷഫീഖ് അൽ ഒഖൈലി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സഹാബിമാരൊക്കെ അവർ ഏതെങ്കിലും ഒരു പ്രവർത്തനം പിന്നെ ഉപേക്ഷിക്കണ കണ്ടാൽ അത് നമസ്കാരമാണ്, നമസ്കാരം ആണ് ഉപേക്ഷിക്കണതാണെങ്കിൽ അയാൾ എന്തിന്ന് പുറത്താണ്, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് എന്ന്. ഇനി നോക്കി നിങ്ങൾ, അവസാനം മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹ് ആദ്യമായിട്ട് ചോദിക്കണം അമലുകളുടെ കാര്യത്തിൽ ഏതാ ചോദിക്കുക, നിസ്കാരത്തെ പറ്റിയാ അല്ലേ. അവ്വലുമായി യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ അസ്സല എന്നതാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മളൊക്കെ നമ്മുടെ സമയത്തിൽ അധികവും ഈ നമസ്കാരത്തിനോ അതേപോലെ ഇത്തരം ഇസ്ലാമിക പിന്നെ കാര്യങ്ങൾക്കോ നമ്മൾ പ്രാധാന്യം, നമ്മളെപ്പോഴും ലഘുവിലായിരിക്കും. നമ്മൾ എന്താ ഈ ലഘുവ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലഘുവിൻ്റെ വേദി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ മുന്നിൽ ബസ്സിലടി കയറും. ഭക്ഷണമൊക്കെ നന്നായി ആടൊക്കെ ഇങ്ങനെ പൊയിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ബസ്സിൽ മുന്നിലെ സീറ്റ് ഞാനുണ്ടാവും. എന്നാൽ ഒരു പള്ളിയിലെ ഖുർആൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു നമസ്കാരമുണ്ട് അല്ലേ, ഒരു സുബഹി നിസ്കാരം ജമാഅത്തായ നിസ്കാരമുണ്ട്, അവിടെ എന്നെ കാണൂല, ഞാൻ അവിടെ ബാക്കിലേക്കാരം. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ബാക്കിലേക്കാരം. ഞാൻ എന്നേട്ടോ പറയുന്നത്. ആലോചിച്ച് നോക്കും, എന്തുകൊണ്ടാണത്? നമ്മുടെ മനസ്ഥിതി അല്ലേ, നമസ്കാരത്തോടുള്ള നമ്മുടെ ആഗ്രഹം എന്നെ പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഞാൻ മറ്റേടത്തേക്കാണെങ്കിൽ നേരത്തെ കുളിച്ച് കുറിയിട്ട് അല്ലേ, സുബീൻ്റെ മുമ്പൊക്കെ കുളിച്ച് റെഡിയായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. ആലോചിച്ച് നോക്കുങ്ങൾ, ഏതെങ്കിലും ഒരു ലഘുവിൻ്റെ, എന്താ ഈ ലഘുവ് അറിയണത്, എന്താ ഈ വിനോദം എന്ന് അറിയണത്? നമ്മളെ സമയം കഴിഞ്ഞുകൊണ്ട് ഒരുപാട് പറയാനുള്ള ലഘുവ് എന്താ അല്ല. ലഹുവ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന സാങ്കേതിക ഭാഷ വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ലഹുവ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ വിനോദം എന്നറിയും, പക്ഷെ അപ്പം നമ്മൾ ആലേക്ക് വേറെ ചെറിയ കാര്യങ്ങളാണ്. ലഹുവ് ഇന്നിലുണ്ട് ഇങ്ങളിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ ആ ചിന്താഗതിയാണ് ഈ ലഹുവ്. എങ്ങനെ അറിയോ, നമ്മൾ ചെയ്യേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ടാവും. ഞങ്ങളോട് ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞൻ ക്ലാസ്സിലേക്ക് വരുന്ന ഒരു രംഗം പറഞ്ഞിരുന്നോ? ആരെങ്കിലും ഓർക്കുണ്ടോ? അയാൾ ക്ലാസ്സിലേക്ക് വരികയാണ്. 3 സഞ്ചി ഉണ്ട് അയാളടുത്ത്. ഏതാ സഞ്ചി? ഒരു വലിയ കല്ലുള്ളതും ഇടത്തരം കല്ലുള്ളതും, ഒരു സഞ്ചിയിൽ എന്തുണ്ട്, മണലും ഉണ്ട്, ഒരു കാലി ബക്കറ്റും ഉണ്ട്. മേശപ്പുറത്ത് വെച്ചു. മേശപ്പുറത്ത് വെച്ചിട്ട് എന്താ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഈ 3 സഞ്ചിയിലും ഈ കാലി ബക്കറ്റിലും നിറക്കണം എന്നാണ്. കുറേ കുട്ടികൾ എന്നിട്ട് മണലാണ്ട് ഇട്ടു. അപ്പോൾ 2 കല്ലും മറ്റേലും നിറക്കാൻ സ്ഥലമില്ല, സ്പേസ് ഇല്ല. വേറെ കുറേ കുട്ടികൾ കുറച്ച് കല്ലും അയിന്നൂറ്റിന്നൊക്കെ എടുത്തിട്ട് ബാക്കി ഇടാനും സ്ഥലമില്ല. അധ്യാപകൻ ഇത് മുഴുവൻ ഈ ബക്കറ്റിൽ കൊള്ളും, അത് നിങ്ങൾ നിറക്കണം. എന്നിട്ട് അധ്യാപകൻ കാണിച്ചു കൊടുക്കുകയാണെന്ത്, വലിയ പാറക്കല്ലുണ്ടല്ലോ അത് ആദ്യം ഇടുക, പിന്നെ ഇടത്തരം പാറക്കല്ലുണ്ടല്ലോ അതിൻ്റെ ഹോൾസിലൂടെ അവ് എടുത്തിരിക്കുക, പിന്നെ മണലുണ്ടല്ലോ അതിൻ്റെ ഹോൾസ് ഉണ്ടാവും ഈ കൂടെ തിരിക്കുക. ഇതൊക്കെ ഇതിലോട്ട് കൊള്ളുന്നു. ഇവിടെ ലഹു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വലിയ ഈ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിലെ ജീവിതമാണ്. ആ ബക്കറ്റിൽ എന്തു വേണം? നമ്മളെ ഏറ്റവും വലിയ പാറക്കല്ലായ സുപ്രധാനമായ കാര്യങ്ങൾ ആ ബക്കറ്റിൽ ആദ്യം ഇടണം. ഈ സുപ്രധാനമായ കാര്യമാണ് നമസ്കാരം,
അല്ലേ? മറ്റ് ഭക്ഷണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഭക്ഷണം വേണം, പക്ഷെ അത്ര സുപ്രധാനമില്ല അല്ലേ? നമസ്കാരം, മാതാപിതാക്കളെ അനുസരിക്കല്, അവരെ നോക്കല് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജിഹാദിന് വന്ന ആളോട് പോലും നബി എന്താ പറഞ്ഞത്? ചെറുപ്പക്കാരനോട്, എനിക്ക് വയസ്സായ പാപ്പിമ്മയുണ്ടോ, പൊയ്ക്കോ അവിടെ നിന്നാണ് അല്ലേ? ജിപ്പ പട്ടാളക്കാരനൊന്നും ആവണ്ട. അപ്പം അത്ര സുപ്രധാനമായ കാര്യമാണത്. നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാവും അങ്ങനെ അല്ലേ? ബാപ്പ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കാരം, ഞാൻ നേരത്തെ തീരുമാനിച്ചതിന് ടൂറ് പോവാം, ഞാൻ ഇങ്ങനെ പോവാതൊക്കെ പോവാ, ബാപ്പ ഇവിടെ ശ്വാസം വലിക്കാരം. അങ്ങനെ എത്ര മക്കളുണ്ട്. അപ്പം ഈ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാതെ അത്ര സുപ്രധാനമല്ലാത്ത അപ്രധാനമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോവുക. വിനോദം, ഈ ടൂറ് പോവാന്നുള്ളത് എന്തല്ല, തെറ്റല്ല, അതത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. ഇവിടെ വളരെ സുപ്രധാനമായ വാജിബാത്തായ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ ആ സുന്നത്തായ കാര്യങ്ങളുടെ പിന്നാലെ പോവുക. എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരമുണ്ട്, അയാൾ നിസ്കരിച്ചിട്ടില്ല, എന്നിട്ട് പിന്നെ അയാളിങ്ങനെ സുന്നത്ത് കുറേ അങ്ങ് നിസ്കരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഫർള് ആദ്യം നിർവഹിക്കണം, അത് നമ്മളെ കടമയാണ്. അപ്പം ഇതാണ് മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി. മനുഷ്യൻ നമസ്കാരം പോലുള്ള, പള്ളികൾ പോലുള്ള, ഖുർആൻ പഠനം പോലുള്ള, ഇസ്ലാമിക ശരീഅത്തിന്റെ പഠനം പോലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകൂല. എവിടെ ഇന്ന പാർട്ടി ഉള്ളത് അവിടെ അങ്ങോട്ട് ഒരുമിച്ച് വിടും ആളുകൾ, ഈച്ചനെ പോലെ. ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും അല്ലേ? ഇതാണ് മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി. ഇതാണ് ലഹ്വ് എന്ന് പറയുന്നത്. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ? ഞാനാണ് അതിൻ്റെ ആള്, ഞാൻ തന്നെയാണ് ഈ ലഹ്വ് നടത്തുന്ന ആള്. എന്താ? ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, അല്ലാത്തതിന് ഞാൻ മുന്നിലുണ്ടാവും. ഇതാണ് ഖുർആൻ പറയുന്ന ഇന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹുൻ. ആ ലഇബ് കുറേ പഠിക്കണ്ടേ, ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞതിൻ്റെ. അപ്പം ഇത് എന്താവും? ഹയ്യാലസ്വലാത്ത് എന്ന് വിളിക്കുമ്പോൾ അത് ചെവിടെ കൊടുക്കൂല. അവിടെ സമയം അതിനിട്ടോ, നേരത്തെ എത്തിയില്ലെങ്കിൽ ഭക്ഷണം കിട്ടൂലട്ടോ, നടക്കേ എന്ന് പറയും ഞാൻ. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്, എൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ? നിങ്ങളും അതേപോലെ ആയിരിക്കുന്ന ഞാൻ വിചാരിക്കണം, അല്ലാഹുവല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ സ്വർഗവാസികളായ ആളുകൾ നരകവാസികൾ എങ്ങനെ അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ് ഓല്, എന്നിട്ട് ഓലോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, ഈ കത്തിയാളുന്ന നരകത്തിൽ എന്തേ കൂട്ടരെ നിങ്ങൾ കടക്കാൻ കാരണം? ഒന്നാമത്തെ മറുപടി എന്താ? ലം നകു മിനൽ മുസല്ലീൻ. നോക്കിങ്ങള്, നരകത്ത് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ കാരണം നരകവാസികൾ തന്നെ സ്വർഗവാസികളോട് പറയുന്നത്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. നമ്മളെ സമയം കഴിഞ്ഞിന്, അത് നമുക്ക് പിന്നാക്കാം അല്ലേ? ആയിക്കോട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. finish